all, welcome back. I'm Therese Maths, third year MBB student of തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് 1 മന്തിലാണ്. അപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാനൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നവരോട് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണം, ആ ലാസ്റ്റ് 1 മന്ത് കൊണ്ട് നല്ലൊരു സ്കോർ വാങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ സിലബസ് ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഷുവർലി സ്കോർ 650+. ഇപ്പം ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ. സോ ലാസ്റ്റ് 1 മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നീറ്റിൻ്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഘട്ടമാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ടല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഞാൻ എൻ്റെ ലാസ്റ്റ് 1 മന്ത് ചെയ്തിരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബയോളജി ആണെങ്കിൽ NCERT ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നേരത്തെ തന്നെ കവർ ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പം കോച്ചിങ് സെൻറ്ററിലാണെങ്കിൽ പഠിപ്പിക്കുന്ന ടൈമിലൊക്കെ ബയോളജി NCERT ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് 1 മന്ത് ഓരോ ദിവസവും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 2-3 ചാപ്റ്റർ വെച്ചിട്ട് കവർ ചെയ്യുമായിരുന്നു. ഒന്നും കൂടെ റിവൈസ് ചെയ്യുമായിരുന്നു, ജസ്റ്റ് പെട്ടെന്ന് റിവൈസ് ചെയ്യുമായിരുന്നു. പിന്നെ ബയോളജി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ചെയ്ത് നോക്കിയിരുന്നില്ല. പകരം ഓൾ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള മോക്ക് ടെസ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് മിസ്റ്റേക്സ് ഒക്കെ, ബയോളജിയിലാണെങ്കിൽ എനിക്ക് മിസ്റ്റേക്സ് ഉള്ളതൊക്കെ പഠിച്ച് അതൊന്നും കൂടെ റിവൈസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അല്ലാണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ബയോളജിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അവസാനത്തെ 1 മന്ത് ഞാൻ ചെയ്തിട്ടില്ല. ഫിസിക്സിന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ ഒരു ഇക്വേഷൻ ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ 1-2 ചാപ്റ്റേഴ്സിൻ്റെ ഇക്വേഷൻസ് എല്ലാ ദിവസവും കുറച്ച് വീതമെങ്കിലും ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിയുടെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി NCERT നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചില കാര്യങ്ങൾ മാത്രം ഞാൻ വായിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കെമിസ്ട്രിയിൽ ആ ഒരു പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്ത് വിടും. എന്നിട്ട് അതിനകത്ത് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ചെയ്യുകയായിരുന്നു കെമിസ്ട്രി ഞാൻ ചെയ്തിരുന്നത്. പിന്നെ മാക്സിമം കെമിസ്ട്രീൻ്റെ ആണെങ്കിലും ഇക്വേഷൻസ് ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഇക്വേഷൻസ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് നോക്കും. പിന്നെ ഞാൻ പണ്ടേ എനിക്ക് വേണ്ടി ഒരു ഇക്വേഷൻ ബുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് നീറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ ടൈമിൽ. അപ്പോൾ അത് മുതൽ എനിക്ക് വരുത്തിയിട്ടുള്ള ഓരോ മിസ്റ്റേക്സ്, അതിൻ്റെ റീസൺസ്, എന്തുകൊണ്ടാണ് ഞാൻ തെറ്റിപ്പോയതെന്ന്, അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒന്ന് ജസ്റ്റ് നോക്കുമായിരുന്നു. എനിക്ക് ഈ കാരണം കൊണ്ടാണ് തെറ്റിയത്. ബിക്കോസ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത മിസ്റ്റേക്ക് പിന്നീട് നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. ലാസ്റ്റ് 1 മന്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അത് മെയിൻലി നമ്മൾ ഒരു 2 to 5 ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എഴുതുവാണെങ്കിൽ അത് നീറ്റിൻ്റെ ആ ഒരു ടൈമിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചുകൂടെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. മാക്സിമം ഞാൻ 2 to 5 തന്നെയാണ് മോക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ബ്രില്യൻ്റിലാണ് പഠിച്ചിരുന്നത്, അപ്പം ബ്രില്യൻ്റിലെ തന്നെ എക്സാംസ് കാണുമായിരിക്കും. അതില്ലാത്ത ദിവസം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതോ എഴുതിയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ 2 to 5 എക്സാംസ് അവസാനത്തെ 1 മന്ത് മുടക്കിയിട്ടില്ല. ചില ദിവസങ്ങളിൽ ഒരു എക്സാം അഡീഷണൽ ആയിട്ടും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള സമയത്ത്. എന്നിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 to 5 നമുക്ക് പറ്റുന്ന ആ മിസ്റ്റേക്സ് ഞാൻ നോട്ട് ചെയ്തിരുന്നു. അത് നോട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻസ് മാത്രം ഞാൻ പോയിട്ട് കറക്റ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് എനിക്ക് എന്താണോ ക്ലിയർ ആവാത്തത് അതൊന്നും കൂടെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ആരുടെങ്കിലും ചോദിച്ച് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ലാസ്റ്റ് 1 മന്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒന്ന് മാക്സിമം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ചെയ്ത് നോക്കണേ. ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരിക്കണം. എല്ലാ ദിവസവും മാക്സിമം മോക്ക് ടെസ്റ്റ് എഴുതാൻ ശ്രമിക്കുക. അതും 2 to 5 തന്നെ എഴുതിയാതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത്. അത് എക്സാം എഴുതുമ്പോൾ നമ്മൾ എക്സാം ഹോളിൽ എങ്ങനെയാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എഴുതുകയാണെങ്കിൽ നമുക്ക് എക്സാം ടൈമിൽ അത് കുറച്ചുകൂടെ ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ബയോളജി ആണെങ്കിൽ NCERT മാക്സിമം നമ്മൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫിസിക്സ് നമ്മൾ നേരത്തെ ഇപ്പം അഥവാ ഇക്വേഷൻ ബുക്ക് നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ ഓരോ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് ഇപ്പം NCERT അവസാനം കൊടുത്തിട്ടുണ്ടായിരിക്കും തോന്നുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻസ് എങ്ങനെയെങ്കിലും ഒരു 2-3 ചാപ്റ്ററിൻ്റെ ഇക്വേഷൻ ഒരു ദിവസം നോക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ട കാര്യം, ഇപ്പോൾ ലാസ്റ്റ് 1 മന്താണ്. ഓക്കെ, ഈ ഒരു മാസം നമ്മൾ ഉറങ്ങാണ്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല മാർക്ക് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ഉറക്കമൊന്നും കളയരുത്. ബിക്കോസ് നമുക്ക് ഓർമ്മ കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ നമുക്ക് കുറേ സമയം ഉറങ്ങാൻ പറ്റത്തില്ല, ഒരു മാക്സിമം ഒരു 12 hours എങ്കിലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു 6 hours എങ്കിലും മിനിമം ഉറങ്ങാൻ നോക്കണം. ഒരു 6 to 7 hours ഉറങ്ങുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതിൽ കുറയ്ക്കാൻ നോക്കരുത്, കാരണം നമുക്കൊന്നും ഓർമ്മ ഉണ്ടാകത്തില്ല. എക്സാമിന് നമുക്ക് ഉറങ്ങിയാലേ നമ്മൾ പഠിച്ചേക്കുന്ന സംഭവം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉറക്കം
കോംപ്രമൈസ് ചെയ്തിട്ട് ആരും പഠിക്കാൻ നിൽക്കരുത്. പിന്നെ നന്നായിട്ട് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് 1 മന്ത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം, ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ലാസ്റ്റ് 1 മന്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കോർ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പറ്റത്തില്ല. സോ നമ്മൾ ഡെയിലി എണീക്കുമ്പോൾ തന്നെ നമ്മളൊരു കറക്റ്റ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഓക്കെ, ഇത്ര മുതൽ ഇത്ര ടൈം വരെ ഞാൻ ഇന്ന ഇത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഫിക്സഡ് ടൈം നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് ആ ടൈമിൽ തന്നെ അത് മാക്സിമം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി 3-ൽ നിന്ന് നമ്മൾ കുറച്ച് സമയമെങ്കിലും എന്തെങ്കിലും ഒന്ന് വായിച്ചിരിക്കണം. ഇപ്പോൾ ബയോളജി ആണെങ്കിൽ NCERT നമ്മൾ എന്തായാലും റിവൈസ് ചെയ്യണം. അതിനൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേ നേരം പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന ക്വാണ്ടിറ്റീനെക്കാട്ടിലും ക്വാളിറ്റിയാണ് കൂടുതൽ. അപ്പം നമ്മൾ പഠിക്കുന്നതിനിടയിൽ ഒരു കുറച്ച് സമയമെങ്കിലും നമ്മളൊരു ബ്രേക്ക് ടൈം നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പഠിക്കുന്നത് നമുക്ക് മനസ്സിലായെന്നോ അല്ലെങ്കിൽ തലയിൽ കയറിയെന്നോ വരത്തില്ല. സോ നമ്മൾ പഠിക്കുന്നതിനിടയിൽ ഒരു ബ്രേക്ക് ഇട്ട് പഠിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു 1.5 hours അല്ലെങ്കിൽ 2 hours പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അതിനുശേഷം ആ നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പഠിക്കാൻ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ഇരിപ്പിന് ഒരു 5 hours ഒക്കെ പഠിക്കാനിരുന്നാൽ നമുക്ക് അതിൽ ഫുൾ ഈ 5 hours നമുക്ക് ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്തെന്ന് വരത്തില്ല. സോ നമ്മളൊരു 2 hours ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു 12 to 13 hours എങ്കിൽ ഈ ലാസ്റ്റ് 1 month നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ഒരു 2 to 5 ഞാൻ പറഞ്ഞതുപോലെ എക്സാം എഴുതാൻ വേണ്ടി തന്നെ മാറ്റി വെക്കുക. 2 to 5 എക്സാം എഴുതിയിട്ട് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സ് അതിനുശേഷം ഒരു കുറച്ച് നേരം ബ്രേക്ക് എടുത്തതിന് ശേഷം മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്ത് അതിലെന്താണ് മിസ്റ്റേക്ക് വന്നത് ആ ചാപ്റ്റർ അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ ആ ഒരു പ്രത്യേക പോർഷൻസ് ഒന്നും കൂടെ വായിച്ച് അത് ക്ലിയർ ചെയ്യുക. നമുക്ക് എന്നിട്ട് നമ്മുടെ വീക്ക് പോയിന്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതായത് ഒരു 4 to 5 yearsൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് കേരള ആൻഡ് നമ്മുടെ ഓൾ ഇന്ത്യ സെപ്പറേറ്റ് ആയിട്ട്. സോ അതിൻ്റെ വീഡിയോ ഞാൻ താമസിക്കാണ്ട് തന്നെ ഇടുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഉറക്കം ആൻഡ് ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടാവരുത് പഠിക്കുന്നത്. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ നിങ്ങളുടെ NEET 2025. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ.